ഈ ലോകകപ്പിൽ എല്ലാവരുടെയും കാലിനടിയിൽ കിടന്ന് കളിപ്പിക്കാൻ പോകുന്ന, കളിയുടെ ഗതി നിശ്ചയിക്കാൻ പോകുന്ന ഒരു പുതിയ വിദ്വാനെക്കുറിച്ചാണ്. അതെ, അഡിഡാസ് പുറത്തിറക്കിയ ഈ ലോകകപ്പിലെ ഔദ്യോഗിക മാച്ച് ബോൾ ട്രിയോണ്ട. ആദ്യമായി ഇതിന്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ട്രിയോണ്ട? സ്പാനിഷ് ഭാഷയിൽ ഇതിനർത്ഥം 3 വേവ്സ് അഥവാ 3 തരംഗങ്ങൾ എന്നാണ്. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന 3 രാജ്യങ്ങളുടെ ഒത്തൊരുമയെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ് സുഹൃത്തുക്കളെ. സാധാരണ ഫുട്ബോളുകളിൽ ഒരുപാട് പാനലുകൾ തുന്നിച്ചേർക്കാറാണ് പതിവ്. എന്നാൽ ട്രിയോണ്ടയിൽ വെറും 4 പാനലുകൾ മാത്രമാണുള്ളത്. ലോകകപ്പ് ചരിത്രത്തിൽ ഇത്രയും കുറഞ്ഞ പാനലുകൾ ഉള്ള ഒരു പന്ത് ആദ്യമായാണ്. വൈറ്റ് ബേസിൽ USA-യുടെ നീലയും നക്ഷത്രങ്ങളും, കാനഡയുടെ ചുവപ്പും മേപ്പിൾ ലീഫും, മെക്സിക്കോയുടെ പച്ചയും ഈഗിളും എല്ലാം ചേർന്ന ഒരു കിടിലൻ വിഷ്വൽ ട്രീറ്റാണ് അഡിഡാസ് ഒരുക്കിയിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട്, പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കളി ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. പഴയ കാലത്തൊക്കെ പന്തിൽ കാറ്റടിക്കുന്നത് നാൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ കളിക്ക് മുൻപ് പന്ത് ചാർജ് ചെയ്യുന്നത് നമ്മൾ കാണേണ്ടി വരും. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാം, പക്ഷേ സംഗതി സത്യമാണ്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ അൽ റിഹ്ല എന്ന പന്തിലും സെൻസർ ഉണ്ടായിരുന്നു. എന്നാൽ അത് പന്തിൻ്റെ നടുവിൽ വള്ളികൾ കൊണ്ട് തൂക്കിയിട്ട നിലയിലായിരുന്നു. അത് ചിലപ്പോൾ പന്തിൻ്റെ ബാലൻസിനെ ബാധിക്കുന്നു എന്ന് പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണ അഡിഡാസ് കളി മാറ്റിപ്പിടിച്ചു. ഈ ചെറിയ ചിപ്പ് പന്തിൻ്റെ ഒരു പാനലിൻ്റെ ഉള്ളിൽ തന്നെ കൃത്യമായി ഫിറ്റ് ചെയ്തു. ബാക്കി പാനലുകളിൽ അതിനനുസരിച്ച് വെയിറ്റ് ബാലൻസ് ചെയ്യുകയും ചെയ്തു. കളിക്കാർക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ യാതൊരു വ്യത്യാസവും തോന്നില്ല. ഒരിക്കൽ ഫുൾ ചാർജ് ചെയ്താൽ 6 മണിക്കൂർ വരെ ഈ സെൻസർ വർക്ക് ചെയ്യും. അതുകൊണ്ട് കളിക്ക് മുൻപ് റെഫറിമാർ പന്ത് ചാർജ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. ഒരു പ്ലെയറുടെ കാലിൽ പന്ത് കൊള്ളുന്ന കൃത്യമായ മില്ലി സെക്കൻഡ് ഇത് തിരിച്ചറിയും. പന്തിൻ്റെ സ്പീഡ്, അത് തിരിയുന്ന വേഗത, പോകുന്ന ദിശ എന്നിവയെല്ലാം ലൈവായി വാർ റൂമിലേക്കെത്തും. ഇതോടെ മില്ലിമീറ്റർ വ്യത്യാസത്തിലുള്ള ഓഫ് സൈഡ് തീരുമാനങ്ങളും ഹാൻഡ്ബോൾ തർക്കങ്ങളും സെക്കൻഡുകൾക്കുള്ളിൽ കൃത്യമായി പരിഹരിക്കാൻ പറ്റും. റെഫറിമാർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കുമെന്നതിൽ സംശയമില്ല. മറ്റൊരു ഫുട്ബോൾ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.